Hi everybody, welcome to my YouTube channel creativediyy Lincy. ഇന്ന് നമ്മൾ ഒരു ഇൻഡിപെൻഡൻസ് ഡേ കാർഡാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്. ആർക്ക് വേണേലും ഈ കാർഡ് ഉണ്ടാക്കാം. സോ നമുക്ക് എന്താണ് ഈ കാർഡിന് വേണ്ട സാധനങ്ങളെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു A4 ഷീറ്റ് പേപ്പർ വേണം. ഇത് സാധാരണ പേപ്പറാണ്. ഏത് പേപ്പർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സോ ഒരു വൈറ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് സ്കെച്ച് പെൻ വേണം. പിന്നെ നമുക്ക് മാർക്കർ പെൻ, ബ്ലാക്ക് മാർക്കർ പെൻ വേണം. ദെൻ ഒരു ബ്ലൂ കളർ, നേവി ബ്ലൂ കളറിലെ കളർ പെൻസിൽ വേണം. ദെൻ നമുക്കൊരു പെൻസിൽ വേണം. ഇനി നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ വേണം. ഇത് സാധാരണ വെള്ളം യൂസ് ചെയ്തിട്ട് എടുത്തതാണ്. ദെൻ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വേണം. പിന്നെ നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ ട്രാൻസ്പെറൻറ്റ് കവർ. ഇത് എന്തെങ്കിലും കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ആകാം, HP ഷീറ്റ് ആകാം, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ നമുക്ക് ഈ കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം A4 ഷീറ്റ് എടുത്ത് നേരെ ഹാഫായിട്ട് മടക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് കവർ എടുക്കണം. പിന്നെ നമുക്ക് കളർ സ്കെച്ച് പെൻസും എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കളറ്, നമ്മുടെ സാഫ്രൺ കളർ കൊടുക്കുകയാണ്. ഫ്ലാഗിൻ്റെ കളറാണ് നമ്മൾ കൊടുക്കുന്നത്. സാഫ്രൺ ഗ്രീൻ വേണേൽ ഡാർക്ക് എടുക്കാം, ലൈറ്റ് എടുക്കാം. ഞാൻ പക്ഷേ യൂസ് ചെയ്യുന്നത് ലൈറ്റ് ഗ്രീൻ കളറാണ്. സോ ആദ്യം നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഓറഞ്ച് ഇട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ ചുമ്മാ ഇങ്ങനെ വരച്ചെടുക്കുക. അടുപ്പിച്ച് ഗ്യാപ്പില്ലാതെ അങ്ങ് ചുമ്മാ ഇങ്ക് അതിൻ്റെ അതോട്ട് വരുത്തുക. അത് കഴിഞ്ഞിട്ട് താഴത്തെ പോർഷനിൽ ഒരു ഈക്വൽ ഗ്യാപ്പ് വേണം ഇടാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രീൻ കളർ ഇട്ടിട്ട് സെയിം വേ നമ്മൾ ഓറഞ്ച് ചെയ്ത പോലെ തന്നെ ഗ്രീൻ കളർ ഇട്ട് ചെയ്യണം. ഇത് റിയലി നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്യാപ്പിംഗ് ഒക്കെ കറക്റ്റായിരിക്കണം. അതായത് ആ വൈറ്റ് എന്ന് പറഞ്ഞാൽ നടുക്കത്തെ മിഡിലെ പോർഷനും ഓറഞ്ച് പോർഷൻ്റെ കറിയിൽ പറയുന്നത്. ഇനി നമുക്ക് സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. മുകളിലാണ് നമുക്ക് സാഫ്രൺ വേണ്ടത്. സോ അത് ഓറഞ്ച് മുകളിലാക്കണം. പിന്നെ തൊട്ടടുത്ത് വെച്ച് ചെയ്യരുത്, കുറച്ച് പൊക്കി പിടിച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. ഓറഞ്ചിലും അതേപോലെ തന്നെ ഗ്രീനിലും സ്പ്രേ എല്ലായിടത്തും ആ വെള്ളം സ്പ്രേ ആകണം. അധികം ആകരുത്, അതേപോലെ തന്നെ ഒട്ടും ആകാതിരിക്കുകയും ചെയ്യരുത്. എന്നിട്ട് നടുക്കത്തെ പോർഷനിൽ, ആ വൈറ്റ് പോർഷനിൽ എന്തെങ്കിലും സ്പ്രേയിൽ ആ മുകളിൽ നിന്ന് ഓറഞ്ചിൽ നിന്നോ ഗ്രീനിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റുവാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ജസ്റ്റ് ആ ഇടയ്ക്കത്തെ പോർഷനൊന്ന് തൂത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് ആ പേപ്പറിൻ്റെ നേരെ മിഡിലായിട്ട് കൊണ്ട് വെക്കുക. എന്നിട്ട് ഇതിൽ ഷീറ്റ് നേരെ വെച്ചിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മേലോട്ട് ഓറഞ്ച് മേലോട്ടും ഗ്രീന് താഴോട്ടും ഇങ്ങനെ തൂത്ത് കൊടുക്കുക. ഇതൊരു പക്ഷേലും കൈയിട്ട് ചെയ്യരുത്. കൈയിട്ട് ചെയ്താൽ കൈയുടെ ആ പാട് വരും, ഫിംഗേഴ്സിൻ്റെ പാട് വരും. അപ്പോൾ അത് കാരണം കൈയിട്ട് ചെയ്ത് ടിഷ്യൂ പേപ്പർ ഇട്ട് ചെയ്താലാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. സോ ഇത് പതുക്കെ അങ്ങ് മാറ്റുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അശോക ചക്ര വരയ്ക്കാൻ ഒരു ക്യാപ്പ് എടുത്തിട്ട് ഏതിൻ്റെയും ഒരു അടപ്പെടുത്തിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിലൊരു സർക്കിൾ വരുന്ന പോലെയല്ല ഒരു ക്യാപ്പ് എടുക്കുക. എന്നിട്ട് അതിട്ടിട്ട് നമുക്കൊരു റൗണ്ട് സർക്കിൾ വരയ്ക്കുക. അതിനെ ചുറ്റിയിട്ട് സർക്കിൾ വരയ്ക്കുക. ബ്ലൂ കളർ പെന്നിട്ട് വേണം ചെയ്യാൻ, കാരണം നമ്മുടെ അശോക ചക്രയുടെ കളർ ബ്ലൂ ആണ്. സോ എന്നിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലെടുത്ത് അഗെയിൻ മുമ്പ് ചെയ്ത് സെയിം പ്രോസസ് ചെയ്യാം. പക്ഷേ ഇവിടെ വെള്ളം ഓവർ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെ ഭയങ്കരമായിട്ട് അതങ്ങ് പടന്നു പോകും. അപ്പോൾ ഇച്ചിരി വെള്ളം മതി, ശ്രദ്ധിച്ച് ചെയ്യണം. എന്നിട്ട് ആ നടുക്കത്തെ പോർഷനിൽ പറഞ്ഞ പോലെ തന്നെ ടിഷ്യൂ പേപ്പർ ഇട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതിന്. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ നേരെ മിഡിലിൽ വെച്ചിട്ട് അത് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് അതിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് എടുക്കണം, മേലോട്ട് എടുത്തേക്കാം. എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഇവിടെ ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നമുക്ക് ഡാബ് ചെയ്ത് എടുക്കാം.
നമുക്ക് അശോകചക്രയ്ക്ക് 24 ലൈൻസ് ഉണ്ട്. അതിന് സ്പോക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ 24 സ്പോക്സ് ഇങ്ങനെ കളർ പെൻസിലിട്ട്, നമ്മൾ നേവി ബ്ലൂ കളർ പെൻസിലിട്ട് വരയ്ക്കാം. ഇനി ആ ക്യാപ്പ് എടുത്തിട്ട് അശോകചക്രയുടെ മുകളിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു ലൈറ്റായിട്ടുള്ള ഒരു സർക്കിൾ അതിൻ്റെ ആ ഉള്ള ഇങ്കിൽ വെച്ചിട്ട് കിട്ടും. ഇനി നമുക്ക് ഇത് ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും അവിടെ നനഞ്ഞിരിപ്പുണ്ട്, അത് ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ടോപ്പി എടുക്കാം. ദെൻ നമുക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എഴുതാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഹാപ്പി ഇൻഡിപെൻഡൻസ് കുറച്ച് വലുതാണ് പേപ്പറാണെങ്കിൽ എഴുതണം. സോ വേണമെങ്കിൽ നിങ്ങൾക്കിത് പെൻസിലിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് വേണം എഴുതാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ടാണ് എഴുതുന്നത്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇനി ഞാനിതൊന്ന് ബോർഡിൽ എഴുതിക്കൊണ്ട് വരാം. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും, ബോർഡിൽ എഴുതുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സോ ഇപ്പോൾ ഇവിടെ പേളിൽ താഴെ ഇച്ചിരി ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മുകളിൽ ഓഗസ്റ്റ് 15 എഴുതുന്നു. ഓഗസ്റ്റ് 15. താഴെ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് അവിടെ കൊടുക്കാം, താഴെ കൊടുക്കാം, ആ ഗ്യാപ്പിൽ കൊടുക്കാം. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. സോ നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ബ്യൂട്ടിഫുള്ളാണ്. നേരിട്ട് കാണാൻ കുറേ കൂടെ ഭംഗിയുണ്ട്. ഈ കാർഡ് എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ലാസ്റ്റ് ഞാൻ ഈ കാർഡ് നോക്കിയപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കിടക്കുന്നുണ്ട്, പ്രൗഡ് ടു ബി ഇന്ത്യൻ. അപ്പോൾ അവിടെ ഞാൻ ഒരു ഫ്ലാഗ് വരച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഭംഗിയായിട്ടുണ്ട്. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.